മന്ത്രിയും പറയും, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതി അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിന്റെ പ്രയാസങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കി നിൽക്കുകയാണ് എന്നുള്ളത് നിയമസഭയിൽ തന്നെ അവർ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടാതാവും, അപ്പം ഞങ്ങൾ ഒപ്പിട്ടതാണ്. എന്നാൽ അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഫണ്ട് കിട്ടാതാവുന്നത് കൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടതാണ്. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഇനി ഇന്ന് ഊരണം എങ്ങനെയാണെന്ന് സബ് കമ്മിറ്റി പറയണം. അതല്ല, കേരളത്തിൽ അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെ വല്ല മാർഗമുണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു നിലക്കും അവർ പറഞ്ഞ കണ്ടീഷനൊന്നും പാഠ്യപദ്ധതിയിലോ സ്കൂൾ സെലക്ഷനിലോ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വേണമെന്ന് ഞങ്ങൾ അപ്പം തീരുമാനിക്കും, പറയും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റു കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. UDF ഒരു ചർച്ച നടന്നിട്ടില്ലെങ്കിൽ ഇന്നലെ UDF കൺവീനർ UDF യോഗ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ പറയുന്ന ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാലോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. കൺവീനർ പറഞ്ഞ വ്യക്തിപരമായി ഇപ്പൊ വന്ന വാർത്തക്കുള്ള മറുപടിയായി ഇനി ഞങ്ങളെ സബ് കമ്മിറ്റി വന്നതിന് ശേഷം ഗവൺമെന്റ് അത് ആലോചിച്ച് ഫൈനൽ എന്താണ് എന്ന് പറയും. അതായിരിക്കും നിലപാട്. ഇന്നലെ കൺവീനറോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അത് കൊടുത്തു എന്നുള്ളത്. അല്ല കൺവീനർ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളത് കൊടുത്താൽ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ വിശദീകരിച്ചല്ലോ. എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ട് വേറെ കൊടുക്കാനുള്ള പണി. സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോ രാജ്യസഭയിൽ MP മറുപടി ആയിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ പറയുന്ന നിലപാട് എന്ന് പറയുന്നത് സബ് കമ്മിറ്റിയുടെ തീരുമാനം വരട്ടെ, അതിനുശേഷം തീരുമാനം എന്നുള്ളതാണ്. അതിനർത്ഥം UDF-കാരും അന്തിമമായി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. UDF കൺവീനർ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ് എന്നുകൂടി പറയുന്നു. അദ്ദേഹം UDF കൺവീനറെ തള്ളാതെ തള്ളുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ ചോദ്യം ചോദിച്ചു കൊടുക്കേണ്ട UDF കൺവീനറെ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു കൊടുക്കിയതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതായത് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഖണ്ഡിതമായ നിലപാടിലേക്ക് എത്തുകയാണ്. PM ശ്രീയിൽ UDF-ൽ മതിയായ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ UDF-ന്റെ നിലപാട്. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം വളരെ ഷാർപ്പായി അല്ല വേഗമായിട്ടാണ് പറഞ്ഞത് എങ്കിലും ആ പറഞ്ഞതിന്റെ ചുരുക്കം ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ്. ഷഹീദ് ഉണ്ട് കോഴിക്കോട് നിന്ന്. ഷഹീദ്, ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ ലീഗ് നേരിടുന്ന രാഷ്ട്രീയ സമ്മർദ്ദം വളരെ വ്യക്തമാണ്. എന്നെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് മന്ത്രിസഭാ ഉപസമിതിയാണെന്ന് പറയുമ്പോൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ UDF-ന്റെ തീരുമാനമായി ഇന്നലെ കൺവീനർ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് കൺവീനറെ നിങ്ങൾ ചോദ്യം ചോദിച്ചു കുടിക്കിയതാണെന്നും പറയുന്നു. മുസ്ലിം ലീഗ് ഒരു വിഷമവൃത്തത്തിലായോ? വെച്ചകാൽ മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല എന്ന അവസ്ഥയിലാണോ? അഭിലാഷ്, ഏറെ വിവാദമാകുന്ന, അതായത് രാഷ്ട്രീയപരമായി ഏറെ ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകേണ്ട ഒരു വിവാദമായ ഒരു പദ്ധതി, അത് അസന്ദിഗ്ധമായി ഇന്നലെ UDF കൺവീനർ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് UDF-ന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനം എന്ന് തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ ലീഗിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ലീഗ് വിശദീകരിക്കുന്നത് ഇന്നലത്തെ UDF യോഗത്തിൽ ഇത്തരം PM ശ്രീയുമായി ബന്ധപ്പെട്ട ഇത്തരമൊരു യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, പദ്ധതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ടതാണ്, അതിന് പിന്മാറുന്നതിന് പ്രയാസമുണ്ട്, ഏതായാലും ഉപസമിതി വരട്ടെ, ഉപസമിതി കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്, ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത്. അല്ലാതെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ വരുംവരായികകളും അതിന്റെ പ്രത്യാഘാതങ്ങളും അതെങ്ങനെ നടപ്പാക്കണം അങ്ങനെ തുടങ്ങി ഒരു ചർച്ചയും ഇന്നത്തെ UDF യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ലീഗ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതായത് ലീഗ് എത്തിപ്പെട്ട ഒരു പ്രതിസന്ധി, ഇന്നലെ UDF കൺവീനർ വളരെ വിവാദമായ പദ്ധതി അത് എങ്ങനെ നടപ്പാക്കുമെന്ന് അല്ലെങ്കിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് പാഠ്യപദ്ധതി നടപ്പാക്കുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിലപാടുകൾ എന്താണ്, അത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വിശദീകരിക്കുന്ന തരത്തിൽ വിവാദമായ വർഗീയ അജണ്ടകളുള്ള പാഠ്യ വിഷയങ്ങളൊന്നും പഠിപ്പിക്കില്ല അത് എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു വിശദീകരണമൊന്നും നൽകാതെ വളരെ ഏകപക്ഷീയമായി പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഫണ്ട് സർക്കാരിന്
സർക്കാരിന് പണം ആവശ്യമുണ്ട് എന്നൊക്കെ UDF കൺവീനർ വിശദീകരിച്ചതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതാണ് ലീഗ് നേതൃത്വവുമായി നമ്മൾ PMA സലാമുമായി ബന്ധപ്പെട്ടവരൊക്കെ അദ്ദേഹം ഈ കാര്യമാണ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലും അതുണ്ട്. അതായത് ഈ UDF കൺവീനർ ഇന്നലെ ഈ രീതിയിൽ ഇതിനെ വിശദീകരിച്ചത് പ്രമാദമായ അല്ലെങ്കിൽ വിവാദമായി പദ്ധതി നടപ്പാക്കുമെന്ന് പറയുമ്പോൾ കാണിക്കേണ്ട സൂക്ഷ്മതയും ഒരു മര്യാദയും ഒന്നും ഇന്ന് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ മുഖം വളരെ പിരിമുറുക്കത്തിലായിരുന്നു. അദ്ദേഹം എന്നെ ചോദ്യം ചോദിച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തീരുമാനമായിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. LDF-ൽ CPI സ്വീകരിച്ചതുമാതിരിയുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പോകുമോ? ഇനി എന്തൊക്കെ സംഭവിച്ചാലും PM ശ്രീ നടപ്പാക്കേണ്ടതില്ല എന്ന സ്റ്റേൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിലേക്ക് ലീഗിന് പോകേണ്ടി വരുമോ? അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സമ്മർദ്ദം എത്രമാത്രമാണ്? കടുത്ത സമ്മർദ്ദമുണ്ട് എന്ന് പറയാതെ വയ്യ അഭിലാഷ്. കാരണം മുഖ്യമന്ത്രിയും കോൺഗ്രസും ആ തരത്തിൽ, അതായത് PMC പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നൊരു നിലപാടിനാണ് ഉള്ളത്. അതിന് കാരണമായി കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞ് കുറേ സാങ്കേതിക കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന അവരുടെ വോട്ട് ബാങ്കിനെയോ മുസ്ലിം സംഘടനകളെയോ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധിക്കുന്ന മറ്റ് വിഭാഗങ്ങളെയോ ഒന്നും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതല്ല എന്ന് ലീഗിന് വ്യക്തമായി അറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്ക് എല്ലാവിധ സർവാത്മന പിന്തുണ നൽകിയിരുന്ന വെൽഫെയർ പാർട്ടി. ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾക്കും ലീഗ് എടുക്കുന്നതും UDF എടുക്കുന്ന തീരുമാനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന വെൽഫെയർ പാർട്ടി അവർ PMC പദ്ധതിയിൽ ജനങ്ങളോട്, കേരളത്തോട് സർക്കാർ വഞ്ചന കാണിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ സമാനമായ രാഷ്ട്രീയ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സംഘടനകളെല്ലാം ഈ വിഷയത്തിൽ ലീഗിനെ പ്രതിക്കൂട്ടിലാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി സർക്കാർ അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ദുഷ്പേരും എല്ലാ കാലത്തേക്കും ലീഗ് കേൾക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലീഗിന് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ലീഗ് ഇതുവരെ എടുത്തൊരു പൊതു തീരുമാനം, സർക്കാർ ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഞാൻ മടങ്ങിയെത്താം.